നമ്മളൊരു സ്ലീവ്ലെസ് ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോണത്. അതിൻ്റെ അളവെടുക്കുക. വണ്ണം കഷത്തിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കുക. നമുക്ക് വണ്ണം കിട്ടിയിട്ടുള്ളത് 9.5 അതേപോലെ താഴത്തെ വണ്ണം വന്നിട്ട് കിട്ടിയിട്ടുള്ളത് 7.5 കിട്ടിയിട്ടുള്ളത്. ചെസ്റ്റിൻ്റെ അളവാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. മറ്റേ ഭാഗത്ത് നമ്മൾ അളവ് നോക്കിയപ്പോൾ അതേ അളവ് തന്നെയാണ്, 9.5 തന്നെയാണ്. ചെസ്റ്റ് അളവ് രണ്ടും 9.5 തന്നെയാണ്. താഴത്തെ വണ്ണം വന്നിട്ട് 7.5 തന്നെയാണ് അതും കിട്ടിയിട്ടുള്ളത്. സ്ലീവ്ലെസ് ആയത് കാരണം കൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ 9.5ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എടുക്കുന്നത് സെൻറ്റർ ഡോട്ടാണ്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ചെസ്റ്റിൻ്റെ ആ കട്ടിങ്ങിൻ്റെ അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 14 ഇഞ്ചാണ്. സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി നമുക്ക് 13 വന്നിട്ട് നിൽക്കും. അതേപോലെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ നോക്കുന്നത് ഷോൾഡറാണ്. ഷോൾഡർ ഹൂക്കിൻ്റെ ഭാഗം രണ്ടും കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ബ്ലൗസിൻ്റെ നെക്ക് വൈഡാക്കാത്ത രൂപത്തിൽ അളവെടുക്കുക. തയ്യൽ തുമ്പ് 2 സൈഡും വിട്ടതിന് ശേഷം നമ്മൾ അളവെടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ 10.5 നമുക്ക് കിട്ടിയിട്ടുള്ളത് ഷോൾഡറിൻ്റെ അളവ്. ഷോൾഡറിൻ്റെ വട്ടാണ് ഇനി നോക്കേണ്ടത്. ഷോൾഡറിൻ്റെ വട്ടം അതേപോലെ 2 സൈഡ് നമ്മൾ കുറേശ്ശെ ഗ്യാപ്പ് വിട്ടതിന് ശേഷം നോക്കുമ്പോൾ 4.5 വണ്ണം കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൻ്റെ വണ്ണാണ് ഇനി എടുക്കാൻ പോകുന്നത്. കക്ഷം 2 ഭാഗവും ഒരേപോലെ ജോയിൻ്റാക്കി കഴുത്ത് വൃത്തിയിൽ വെച്ചതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ടാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കുക. കഷക്കുഴീൻ്റെ ഭാഗത്തേക്ക് വലിച്ചു പിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 9.25. ഇനി നമുക്ക് താഴത്തെ വണ്ണം എടുക്കാം. അരവണ്ണം, ബാക്കിൻ്റെ അരവണ്ണം എടുക്കാം. അരവണ്ണം നമുക്ക് കിട്ടിയിട്ടുള്ളത് 8 ഇഞ്ചിലാണ് കിട്ടിയിട്ടുള്ളത്. തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അങ്ങനെ 9.5ൻ്റെ കൂടെ 10.5, 11.5 വണ്ണം വെച്ചിട്ടാണ് തുണി നമ്മൾ നിവർത്തി വെച്ചിട്ടുള്ളത്. ബാക്ക് ഭാഗം തുണി ബ്ലൗസിൻ്റെ തുണി വെച്ചതിൻ്റെ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തയ്യൽ തുമ്പിന് വേണ്ടി താഴ്ഭാഗം 1 ഇഞ്ചും മേലെ ഒരു 1/2 ഇഞ്ചും വിട്ടതിന് ശേഷം ഇങ്ങനെ അളവെടുത്താൽ മതി. ഷോൾഡർ ഇനി നമ്മൾ എടുക്കേണ്ടത്. ഷോൾഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് 10.5ലാണ്. 10.5 കിട്ടുമ്പോൾ 10.5ൻ്റെ പകുതി നമ്മൾ 5.25 വേണം ഷോൾഡർ അളവെടുക്കാൻ വേണ്ടി വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് കറക്റ്റായിട്ടൊരു ലൈന് വരയ്ക്കുക. കഷക്കുഴി വന്നിട്ടുള്ളത് 5 ഇഞ്ചാണ്. ഫ്രണ്ടും ബാക്കും 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കൈക്കുഴി വരയ്ക്കാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തുക. പിന്നെ ഫ്രണ്ടിൽ 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ കുഴിച്ചിട്ട് വേണം വെട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിൽ 1 ഇഞ്ച് വെച്ചതിൻ്റെ ശേഷം വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് കർവ് രൂപത്തിൽ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 2-3 ബ്ലൗസ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് സെൻറ്റർ ഡോട്ടാണ്. ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 14 കിട്ടിയിട്ടുള്ളത്. ആ 14 നമ്മൾ വരയ്ക്കുക. അതിൻ്റെ ശേഷം കറക്റ്റ് ഒരു ലൈൻ ഇട്ടതിൻ്റെ ശേഷം ഹൂക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു 1.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. അതേപോലെ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗത്ത് 1 ഇഞ്ചും ഫ്രണ്ടിൽ 1.5 ഇഞ്ചും വെച്ചിട്ട് കർവ് രൂപത്തിൽ വരയ്ക്കുക. ഇനി കഴുത്തെടുക്കുമ്പോൾ നമ്മൾ 2 ഇഞ്ചിൽ വേണം അടയാളപ്പെടുത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. നല്ല മെറ്റീരിയലാണ്, അടിപൊളി സംഭവമാണ്. ഫൈനൽ